ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് മുതൽ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 1 കിലോ അളവിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ 500 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 1/2 ടീസ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് റൈസ് തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതാ ഇത്രയാണ് കേട്ടോ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബിരിയാണിയുടെ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ മസാല ആണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി മസാലയുടെ മിക്സ് ആണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോനായതുകൊണ്ട് തന്നെ ഞാൻ 500ൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതിയോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മുറി ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടുതൽ വേണ്ട, ചെറിയൊരു എരിവിനും പിന്നെ ഒരു കളറിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. എന്നിട്ട് ഇതൊരു ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മൾ നോർമലി നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പക്ഷേ എങ്കിൽ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത് അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ട് ഏത് പാത്രത്തിനാണോ അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 പാത്രം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ 1 കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിൽ നമ്മുടെ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരി നമ്മൾ കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഊറ്റിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ വെള്ളത്തോട് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വീണ്ടും കൂടി പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ ഇതിലേക്ക് ഒരു എക്സ്ട്രാ 1 കപ്പ് വെള്ളം ഒഴിച്ചിരുന്നല്ലോ, അത് തിളച്ച പാടാണ് കേട്ടോ എടുത്ത് മാറ്റേണ്ടത്. പക്ഷേ ഞാനത് വിട്ടുപോയി. ഇപ്പോൾ ഓർമ്മ ആയപ്പോൾ വീണ്ടും അത് തുറന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് മാറ്റിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ അതിൽ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഏകദേശം ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റാനൊന്നും നിൽക്കണ്ട. നമ്മളൊരു 80% വേവിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതാ ചിക്കന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതാ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും വെന്താൽ മതി കേട്ടോ. ഇതും ഒരു ഹാഫ് വേവാണ്. അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഒരു 1/4 ഭാഗം വേവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ദം ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ചെറിയ തീയിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഏതായാലും ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ചും കൂടി ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മിൽമ നെയ്യോ ആർക്കേജോ ഡാൽഡ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആർക്കേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആർക്കേജ് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആണ് ഇതിന്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പത്തിരി തവൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പഴയ പത്തിരി തവ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ ഒരു ചെമ്പട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഡയറക്റ്റ് ചൂട് തട്ടിയിട്ട് ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം നമ്മൾ ആ ഒരു ചെമ്പട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി കിട്ടും. അപ്പോൾ 20 മിനിറ്റിന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ റൈസൊക്കെ കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെന്തിക്കണമെന്ന് നോക്കാം. ചിക്കന് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.